Hi guys, welcome back to my YouTube channel or welcome to my YouTube channel Nandu's Vibes. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലിനിക് ഡേ ഇൻ മൈ ലൈഫാണ്. സംഭവം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് കൊണ്ടുവന്ന ഒരു 1 വീക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഫസ്റ്റ് ഡേ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സംഭവം അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള വീഡിയോ ഒന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് വാർഡിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുത്തുകൂടാന്ന് സ്ട്രിക്റ്റ് ഓർഡർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസൊന്നും അലൗഡ്, ഫോണേ അലൗഡ് അല്ലായിരുന്നു. എന്നിട്ടും മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടുത്തെ ഹോസ്റ്റലിലും ഞങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വീഡിയോ. കൂടുതൽ ലാഗടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. വരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ കോർഡിനേറ്റർ സിസ്റ്റർ പറഞ്ഞത് ബെഡ് വേണം, പില്ലോ വേണം, ബക്കറ്റ് വേണം, മഗ് വേണം, ഈ സാധനങ്ങളൊക്കെ നിങ്ങളെടുത്തോ ആവശ്യം വരുന്നത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ സീനിയേഴ്സ് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ബെഡിൻ്റെ ആവശ്യമില്ല, അതവിടെ തരും, പില്ലോ മാത്രമേ ആവശ്യമുള്ളൂ, ബക്കറ്റ് അതിൻ്റെയൊക്കെ ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി ഞങ്ങൾ വിളിച്ച് ചോദിക്കാൻ വേണ്ടി നിന്ന് അവിടെ കുറച്ച് സമയം പോയി. അപ്പോൾ എടുത്ത വീഡിയോ ആണ് അവിടെ നമ്മളിങ്ങനെ നോക്കി കുത്തിയോലെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടത്, ബെഡും പിടിച്ചോണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 9 മണിയായപ്പം കോളേജ് ബസ് വന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 9:20 അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് കോളേജ് ബസ്സിലേക്ക് കയറി. ഞങ്ങൾക്ക് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു 1 വീക്കായിരുന്നു ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പം എറണാകുളം പൊതുവേ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പം ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തിയത് 10 മണി, 10:30 അപ്രോക്സിമേറ്റ് 10:30 ആയി. അങ്ങനെ നല്ല രസമായിരുന്നു പോയപ്പം. കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും അടിപൊളിയായിരുന്നു. പക്ഷെ പോയ വഴി മൊത്തം ഞങ്ങൾ കണ്ടത് ഒരുപാട് ബ്രിഡ്ജായിരുന്നു, ഒരുപാട് പാലങ്ങൾ കണ്ടു. കാണാത്ത ഏതൊക്കെയോ കുറേ പാലങ്ങൾ കണ്ടു. എറണാകുളത്ത് ഇത്രയും പാലം ഉണ്ടായിരുന്നത് അന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പോയപ്പോൾ ഞാൻ വിചാരിച്ച് ഒരുപാട് വ്ളോഗൊക്കെ എടുക്കുക, ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. പക്ഷേ അതൊന്നും നടന്നില്ല, ഫോൺ അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ എറണാകുളത്തെത്തി, ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിൽ വിചാരിച്ച പോലെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. കുഞ്ഞു റൂമായിരുന്നു. അങ്ങനെ ഡബിൾ ബെഡായിരുന്നു, മുകളിലും താഴെയുള്ള ബെഡായിരുന്നു. അങ്ങനെ മുകളിൽ കയറി, ഞാൻ മുകളിലും എൻ്റെ വേറൊരു ഫ്രണ്ട് താഴെയായിരുന്നു. അങ്ങനെ മുകളിൽ കയറി എങ്ങനെയൊക്കെ ഉണ്ട്, കുലുക്കം വല്ലതും ഉണ്ടോ, താഴെ വീഴോ എന്നുള്ള ടെസ്റ്റിങ്ങായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ കയറിയപ്പോൾ തന്നെ സീനിയേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഇറങ്ങണം, നിങ്ങൾ ഓൾറെഡി ലേറ്റാണ്, അപ്പോൾ ഇനി ലേറ്റായാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ലാബ് കോട്ടും പഠിക്കേണ്ട ബുക്കും പിന്നെ കുറച്ച് പേർക്ക് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം ലാപ്ടോപ്പും എല്ലാം എടുത്ത് അപ്പോഴാണ് ബാക്കിയുള്ളവർ ഇനിയും വരാനുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഏതോ ഒരു ഡോക്ടറായിട്ട് അടുത്തൂടെ പോകുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഫോൺ പതുക്കെ കൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ, രാമനാരായണ എന്നുള്ള രീതിയിൽ നടന്നാൽ പോയി. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ കയറി. പക്ഷേ സാറന്മാരും വന്നില്ലായിരുന്നു അപ്പോഴത്തേക്കും, ഞങ്ങൾ ക്ലാസ്സിൽ പോയപ്പോഴത്തേക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് സാറന്മാരൊക്കെ വന്നത്. എന്നിട്ട് ഞങ്ങൾ 12 ലഞ്ചിന് വിട്ടു. ഇതായിരുന്നു അവിടുത്തെ ലഞ്ച്. കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതായിരുന്നു ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റലിനെ പറ്റി എന്താണ് അഭിപ്രായം? അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾക്ക് 1:30 കയറിയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ച് ഹോസ്റ്റൽ റൂമിൽ കയറിപ്പോകാനൊരു മനസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ പോയി. എന്നിട്ട് അവിടെ ക്യാൻറ്റീനൊക്കെ കണ്ടുപിടിക്കാൻ പോയി. എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ അഭിപ്രായം ഫുഡിനെ പറ്റി? വളരെ പന്ന ഫുഡാണ്, വളരെ മോശം. ഞങ്ങൾ ഹോസ്റ്റലിനെ പറ്റി എന്താ പറയാ? സൗകര്യം ഉണ്ടെന്നല്ല, കട്ടിലൊക്കെ നല്ല. നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഹോസ്റ്റലിനെ പറ്റി, ഫുഡിനെ പറ്റി? ഹോസ്റ്റൽ സ്പേസിൽ ബാത്റൂം ഞാനും പോയില്ല. എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് ഹോസ്റ്റൽ ഫുഡ് രണ്ട് വെച്ച് നോക്കിയാൽ കുഴപ്പമില്ല. ഇവിടെ എനിക്ക് പണ്ടേ പറയത്തില്ല, അവിടെ നോക്കത്തില്ല ഇവിടെ നോക്കാം. അതെ, മുട്ട തരുന്നുണ്ട്, പ്രോട്ടീൻ.
അവിടെ തരാറില്ല അത്. അതെ, ആ ഒരു കാര്യത്തിന് ബാക്കി ഫുഡ് അവിടെ മത്തങ്ങത്തോണ്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഹോസ്റ്റലില് കുഴപ്പമില്ല, പക്ഷെ കൺജസ്റ്റഡ് ആണല്ലോ. രാവിലെ നല്ലതായിരിക്കും. അതെ, പിന്നെ എനിക്ക് അത്രേ ഉള്ളൂ. 10 മണിക്ക് കേട്ട റൂട്ട് ലൈറ്റ് ക്യാൻ ഇതാണ് നമ്മുടെ എന്നിട്ട് ഇനി നമ്മൾ ക്യാൻറ്റീൻ കണ്ടുപിടിക്കും. ഇനി നമുക്ക് രാവിലെ കേസ് തന്നിട്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം വാർഡിൽ സീനിയേഴ്സിൻ്റെ കൂടെ പോകും. അതാണ് ഞങ്ങളുടെ പണി. ക്യാൻറ്റീൻ കണ്ടുപിടിച്ചു. ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നല്ലൊരു അക്വേറിയം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നിട്ട് അവിടെ എന്തൊക്കെയാണ് കഴിക്കാനുണ്ടെന്നൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ക്ലാസ് റൂമിൽ കയറിപ്പോയി. ഞങ്ങളുടെ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ തന്നെ ഏറ്റവും മുകളിലത്തെ നില, 4ാമത്തെ നിലയായിരുന്നു. ഞങ്ങൾ സീനിയേഴ്സ് കൊണ്ടുപോയത് ഈ സ്റ്റെപ്പ് വഴിയായിരുന്നു. ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, 4ാമത്തെ നില വരെ കയറിപ്പോകാൻ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സീനിയേഴ്സ് കൊണ്ടുപോയി 2ാമത്തെ നിലയിൽ നിന്നാണ് ഞങ്ങൾക്ക് ലിഫ്റ്റിൽ കൊണ്ട് കയറിപ്പോയത്. അങ്ങനെ അതായത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ക്ലാസ്സിൽ വന്ന് ഞങ്ങൾ സീനിയേഴ്സിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു വാർഡിൽ കൊണ്ടുപോകാൻ. അങ്ങനെ വാർഡ് വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ആ ലിഫ്റ്റിൽ തന്നെ തിരിച്ചിറങ്ങി. കാരണം ആ ബോയ്സിന് അറിയായിരുന്നു ലിഫ്റ്റിൻ്റെ ഇതൊക്കെ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. ഹോസ്റ്റൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം സാധനം കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ലിഫ്റ്റ് യൂസ് ചെയ്യാൻ തന്നുള്ളൂ. പിന്നെ പറഞ്ഞു ഇനി യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നു. റൂമിൽ ഇങ്ങനൊരു വലിയൊരു ജനലൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലായിരുന്നു. ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു റൂം. അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു ബെഡും, പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് കബോർഡും, പിന്നെ താഴെ കുറേ ആവശ്യമില്ലാതെ ടേബിൾ ഫാനും. ആവശ്യമില്ല, താഴെ കിടക്കുന്നവർക്ക് ഉപകാരമായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് റൂമിൽ അകത്തുനിന്ന് ലോക്കില്ലായിരുന്നു, ഡോറിന് അകത്തുനിന്ന് ലോക്കില്ല. മേ ബി വാർഡൻ എപ്പോഴും വന്ന് വിസിറ്റ് ചെയ്യാനായിരിക്കും, എന്താ പിള്ളേർ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് ഈ ഹോസ്റ്റലിൽ ഞങ്ങൾ മാത്രമല്ല വേറെ കുറേ BSc നഴ്സിംഗ് പഠിക്കുന്നവരും പിന്നെ ഇപ്പം വർക്കിന് പോകുന്നവർ വരെ ഈ ഹോസ്റ്റലിലുണ്ടായിരുന്നു. അതായത് മെഡിക്കൽ ഫീൽഡ് ഒരുപാട് പിള്ളേർ ഈ ഹോസ്റ്റലിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് നോക്കി, ബാത്റൂമൊക്കെ പോയി നോക്കി. ബാത്റൂം ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. റൂം സ്പേഷ്യസ് അല്ലെങ്കിൽ ബാത്റൂം ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് പറക്കി വെച്ച് ഫ്രഷായിട്ട് ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഉള്ളൊരു പ്ലാനിലായിരുന്നു. സംഭവം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ വണ്ടി കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ഉറക്കത്തിൻ്റെ ഒരു മയക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഉറങ്ങിയില്ല. പക്ഷേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പോയിരുന്നു. കേസ് പ്രസൻറ്റേഷൻ തുടങ്ങി നാളത്തെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൊണ്ട് സ്റ്റഡി ഹാളിൽ വന്നിരുന്നു. ഇതായിരുന്നു അവിടുത്തെ സ്റ്റഡി ഹാൾ. ഇത് സംഭവം സ്റ്റഡി ഹാളല്ല, ഫസ്റ്റ് ഇയറിനോ സെക്കൻഡ് ഇയറിനോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് റൂമായിരുന്നു. അപ്പം ഇത് ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും കൂടെ ഇവിടെ നിന്ന് കേസ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോൾ സപ്പർ കഴിക്കാൻ പോയി. സപ്പറിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ അവിടെ സമ്മതിക്കത്തില്ല, കാരണം വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ ഈസ് നോട്ട് അലൗഡ് ഹിയർ. അതുകൊണ്ട് അവരെ റൂൾസ് ഒന്നും ധിക്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോണൊന്നും കൊണ്ടുപോയില്ല. എന്നിട്ട് കുറച്ചും കൂടെ പഠിക്കാനും എഴുതാനും ഉള്ളത് എഴുതിയിട്ട് 10:30 ആയപ്പോഴേ ഞങ്ങൾ കിടക്കാൻ നോക്കി. സംഭവം വന്നപ്പോഴേ പറഞ്ഞായിരുന്നു 10:30-ക്ക് റൂമിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്തേക്കണം, കാരണം അപ്പുറത്തെ റൂമിലൊക്കെ ഷിഫ്റ്റുള്ള പിള്ളേരുള്ളത് കൊണ്ട് 10:30-ക്ക് തന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വന്നിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആ റൂളൊക്കെ അനുസരിച്ച് 10:30 ആയപ്പോഴേ കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ.